ഈ ചോദ്യം എവിടെ നിന്ന് എടുത്തു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. RB റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്നതാണ്. വിത്ത് എവിഡൻസ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ചോദ്യങ്ങളുടെ ഉറവിടം മനസ്സിലാക്കണം. രാജ്യത്തിലെ പൊതുജീവിതത്തിൽ പിള്ളമാർക്കും മാടമ്പിമാർക്കും പ്രബല ശക്തികളായി 279 ഇതേ പേജിൽ തന്നെ കിടപ്പുണ്ട്. ആ പ്രസ്താവന നോക്കാം. കേരള ഹിസ്റ്ററി എന്ന ഈ ശ്രീധരമേനോൻ എഴുതിയ ഈ ബുക്കിൽ നിന്നാണ് ആ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ബുക്കുകളെല്ലാം പരിശോധിച്ച് എന്താണ് ഇതിന്റെ ഉറവിടം കണ്ടെത്തി അത് കൃത്യമായി പഠിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണെന്നും സോഡിയക് PSC അക്കാഡമിക്ക് മനസ്സിലായി. ഹായ് ഫ്രണ്ട്സ്, സോഡിയക് PSC അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ എന്നാൽ വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേണ്ടി ചെയ്യുന്നത്. 2023 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിലെ സ്റ്റേജ് ഫസ്റ്റ് പരീക്ഷയിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ചോദിച്ചാൽ, ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് PSC എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നു. അതല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഉറവിടം എവിടെ നിന്നാണ് എന്ന കാര്യം നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ആ രീതിയിൽ നിങ്ങളുടെ പഠനം മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വരാൻ പോകുന്ന പരീക്ഷകളിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പരീക്ഷ ഡിഗ്രി പ്രിലിംസ് ആണ്, സ്റ്റേജ് ഫസ്റ്റ് ആണ്, 2023 നടന്ന പരീക്ഷയാണ്. ആ ചോദ്യപേപ്പറിന്റെ കോഡ് സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. 31/2023 ആണ് പരീക്ഷ നടന്ന ഡേറ്റ്. 29/4/2023 പരീക്ഷ നടന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഡിഗ്രി പ്രിലിംസിന് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മലയാളത്തിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം ഈ LDC LGS പരീക്ഷ പ്ലസ് 2 ലെവൽ പരീക്ഷകളൊക്കെ മലയാളത്തിലാണ്. സോ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മലയാളത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലുള്ള ചോദ്യം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ചില അർത്ഥങ്ങൾ ചിലപ്പോൾ കിട്ടാതെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി എടുക്കുക. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഒന്ന്, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. 2, രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. 3, ദേവസ്വം, ബ്രഹ്മസ്യം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. 4, ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1, 2, 3 എന്നിവ ശരിയാണ്, പ്രസ്താവനകൾ ശരിയാണ്. B പറയുന്നത് 1, 2, 3, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. C പറയുന്നത് 2, 4 എന്നിവ ശരിയാണ്. D പറയുന്നത് 1, 2 എന്നിവ ശരിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന 1, 2, 3, 4 പ്രസ്താവനകളും ശരിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ആൻസർ ഏതാണ്? B ആണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1, 2, 3, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് എവിടെ നിന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്, ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് ബുക്ക് നോക്കിയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉറവിടം അറിഞ്ഞാൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ, അല്ലെ? അപ്പൊ കൂട്ടുകാരെ ഇവിടെ ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററി ആരെഴുതിയ ബുക്കാണ്? ശ്രീധരമേനോൻ എഴുതിയ കേരള ഹിസ്റ്ററി എന്ന ബുക്കിൽ നിന്നാണ് PSC ഈ ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിത് വെറുതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമല്ല, അതിന് നിങ്ങൾക്ക് കൃത്യമായുള്ള എവിഡൻസും നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഈ ബുക്കിലെ ഏത് താളുകളിലാണ് ഈ ചോദ്യങ്ങൾ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രസ്താവന കിടക്കുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളെ കൃത്യമായി കാണിച്ചു തരാം. അവിടെ നിന്നാണ് കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ PSC എടുത്തിരിക്കുന്നത്. കാണാൻ നമുക്ക്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവനയായി കൊടുത്തിരിക്കുന്ന പ്രസ്താവന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാജ്യത്തിലെ പൊതുജീവിതത്തിൽ പിള്ളമാർക്കും മാടമ്പിമാർക്കും പ്രബല ശക്തികളായി സ്വയം പ്രതിഷ്ഠ നേടിയിരുന്നു.
യാഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തു. കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, കേരള ഹിസ്റ്ററി എന്ന ശ്രീധര മേനോൻ എഴുതിയ പേജ് നമ്പർ 20 ഈ പ്രസ്താവന കൃത്യമായി കിടപ്പുണ്ട്. ആ പ്രസ്താവന കൃത്യമായി അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. തീർന്നില്ല, അടുത്തൊരു പ്രസ്താവന ഞാൻ വായിക്കുകയുണ്ടായി. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിനെ അലങ്കരിച്ചു. ഓക്കെ, പേജ് നമ്പർ 280 ശ്രീധര മേനോന്റെ ബുക്കിലെ പേജ് നമ്പർ 280 കൃത്യമായി ഈ പ്രസ്താവന കിടപ്പുണ്ട്. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ തന്നെ ശ്രീധര മേനോന്റെ കേരള ഹിസ്റ്ററി എന്ന ബുക്കിലെ പേജ് നമ്പർ 279 പരിശോധിക്കുമ്പോൾ ബാക്കിയുള്ള രണ്ട് പ്രസ്താവനകളും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിലംപുരങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ 1739 പിള്ളയാടി മല്ലൻ ശങ്കരനെ അദ്ദേഹം പ്രത്യേകം തസ്തികയിൽ നിയമിച്ചു. മല്ലൻ ശങ്കരനാണ് വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്യം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത്. കണ്ടോ, ഈ പ്രസ്താവനകളൊക്കെ കൃത്യമായി കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഇവിടെ നേരെ കട്ട് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടിട്ടിരിക്കുന്നത്. തീർന്നില്ല, മൊത്തം 4 പ്രസ്താവനകളാണുള്ളത്. അടുത്ത പ്രസ്താവന ഇതേ പേജിൽ തന്നെ കിടപ്പുണ്ട്, 279 ഇതേ പേജിൽ തന്നെ കിടപ്പുണ്ട്. ആ പ്രസ്താവന നോക്കാം. ഇന്നത്തെ തഹസിൽദാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ പല പകുതികൾ ചേർന്ന മണ്ഡപത്വവാദികൾ എന്ന ദേശീയ വിഭാഗം സംഘടിപ്പിക്കപ്പെട്ടു. കണ്ടോ? അപ്പൊ കൂട്ടുകാരെ, ഇതറിഞ്ഞാൽ മാത്രമേ ചോദ്യങ്ങൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളെ, PSC പരീക്ഷയിലെ ചോദ്യങ്ങളെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കണ്ടോ, നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ കേരള ഹിസ്റ്ററി എന്ന ഈ ശ്രീധര മേനോൻ എഴുതിയ ഈ ബുക്കിൽ നിന്നാണ് ആ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇതിൽ തന്നെ നിൽക്കുന്നില്ല, ഞാൻ 1-2 ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് എത്തി. കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ചോദ്യത്തെ പരിചയപ്പെട്ടിട്ട് പോകാം. 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ഇതാണ്. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുകപ്പട്ടയും കുരുമുളകും ഡച്ചുകാർക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പ്രസ്താവന പരിശോധിക്കാം. ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടേതിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതായിരുന്നു. നാലാമത്തെ പ്രസ്താവന, ഗോവയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്നു. ഇത്തരത്തിലാണ് PSC ചോദ്യം ചോദിച്ചിരുന്നത്. 4 പ്രസ്താവനകളാണ് അല്ലെ. ഈ 4 പ്രസ്താവനകൾ ഞാൻ അവിടെ ഉത്തരം കൊടുക്കുന്നില്ല, കാരണം ഇവിടെ PSC ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമാണിത്. PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ചോദ്യത്തിന് ഉറവിടമുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും ഞങ്ങൾക്കത് മനസ്സിലാക്കുകയും ചെയ്തു. ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി തന്നെയാണ്. ഇതേ പരീക്ഷയാണ്, അതേ പരീക്ഷയിൽ തന്നെ കേരള ചരിത്രം എന്ന ഈ പറയുന്ന ശ്രീധര മേനോൻ എഴുതിയ ഈ ബുക്കിൽ നിന്ന് തന്നെയാണ് PSC ചോദ്യം എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലെ? ഞാനത് വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാ ആ 4 പ്രസ്താവനകൾ 4 പേജുകളിലായി ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള ചരിത്രം എന്ന ശ്രീധര മേനോൻ എഴുതിയ ബുക്കിലാണ് ഇത് കൃത്യമായി കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 245 ഇവിടെ കൊടുത്തിരിക്കുന്നു. 1643 പുറക്കോട്ടും കായംകുളത്തെയും രാജാക്കന്മാരുമായി പുതിയ ഉടമ്പടികളിൽ ഏർപ്പെട്ടു. പ്രസ്തുത രാജാക്കന്മാർ പഞ്ഞി, ഇരുമ്പ്, തകരം, കറുപ്പ്, ചന്ദനത്തടി മുതലായ സാധനങ്ങൾ ഡച്ചുകാരിൽ നിന്ന് വാങ്ങി പകരം തങ്ങളുടെ നാട്ടിലെ കുരുമുളക് അവർക്ക് കൊടുത്തുകൊള്ളാമെന്ന് ഏറ്റു. പ്രസ്താവന കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച പ്രസ്താവനയാണ്. ഓക്കെ അല്ലെ? ഇനി അടുത്തൊരു പ്രസ്താവന നോക്കാം. ഡച്ചുകാരുടെ പരമാധികാരം അംഗീകരിച്ച കൊച്ചി രാജാവ് രാജ്യത്തുണ്ടാകുന്ന മുഴുവൻ കറുകപ്പട്ടയും കുരുമുളകും ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് ഏറ്റു. അതേ പ്രസ്താവനയല്ലേ എവിടുന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്? കണ്ടോ? തീർന്നില്ല, നമുക്ക് അടുത്ത പ്രസ്താവന പരിശോധിക്കാം. ഡച്ചുകാരുടെ മതനയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേജ് നമ്പർ എത്രയാണ്? 256 കിടപ്പുണ്ട്. എന്താ പറയുന്നത്? പോർച്ചുഗീസുകാരുടെ പോലെ അന്ധമായിരുന്നില്ല ഡച്ചുകാരുടെ മതപരമായ നയം. പൊതുവെ അവരുടെ മതസമീപനം സഹിഷ്ണുതാപരവും ഉദാരവുമായിരുന്നു. കണ്ടോ? ആ പ്രസ്താവന അവിടെ കിടപ്പുണ്ട് അല്ലെ? ഇതിന്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന നമുക്ക് പരിശോധിക്കാം. അത് പേജ് നമ്പർ 255 കിടപ്പുണ്ട്.
ബത്തേവിയയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലായിരുന്നു പൗരസ്ത്യത്തിലെ ഡച്ച് പ്രദേശങ്ങൾ. കണ്ടോ കൂട്ടുകാരെ? അപ്പം ഈ പ്രസ്താവനകളൊക്കെ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന ബുക്കിൽ നിന്നാണ്. നമുക്ക് ഇത്തരത്തിൽ ചോദ്യങ്ങളുടെ ഉറവിടം മനസ്സിലാക്കാൻ സാധിച്ചാൽ വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നന്നായി തയ്യാറെടുക്കാൻ സാധിക്കും. തീർന്നില്ല, മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിന്റെ സംയോജനത്തെ കുറിച്ചുള്ള വസ്തുതകൾ. ഓക്കെ, കേരളത്തിന്റെ സംയോജനത്തെ കുറിച്ചുള്ള വസ്തുതകൾ, അത് മൂന്നാമത്തെ ചോദ്യമാണ്. പ്രസ്താവന 1, 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. ഓക്കെ അല്ലെ? രണ്ടാമത്തെ പ്രസ്താവന, കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി രാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുത്തുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിൽ അനുകൂലമായി സംസാരിച്ചു. ഓക്കെ അല്ലെ? രണ്ട് പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന ഇതാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഓക്കെ അല്ലെ? നാലാമത്തെ പ്രസ്താവന, 1956 സംസ്ഥാന പുനർസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ കേരള സംസ്ഥാനം ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ ഏതാണ്? ഉത്തരം എ ആണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. പ്രസ്താവന 3 തെറ്റാണെന്നും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ഏത് ബുക്കിലേക്ക് പോകാം? ചോദ്യം എവിടുന്ന് തന്നെയാണ്? ഈ പറയുന്ന കേരള ചരിത്രം, കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ശ്രീധരമേനോന്റെ അതേ ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദ്യം എടുത്തിരിക്കുന്നത്. ഒരു പരീക്ഷയിൽ 3 ചോദ്യങ്ങൾ ഒറ്റ ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങളുടെ ഉറവിടം മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ PSC പരീക്ഷയിൽ നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലെ? ആ ചോദ്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. തിരുവിതാംകൂർ, കൊച്ചിയും കേരളവും എന്ന് പറഞ്ഞ് അധ്യായം 28 പേജ് നമ്പർ 363 കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? അവിടെ നോക്കാം. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനർസംഘടിപ്പിക്കാൻ വേണ്ടി നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസാക്കുകയുണ്ടായി. കണ്ടോ? പ്രസ്താവന ആ ഒന്നാമതായി കൊടുത്തിട്ടുണ്ട്. അടുത്തെന്താ? തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർത്ത് വൈകാതെ തന്നെ കേരള സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് അനുകൂലമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഏത് സമ്മേളനത്തിലാ? ആ സമ്മേളനത്തിന്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1947 ഏപ്രിൽ തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലാണ് ഈ തീരുമാനം എടുത്തത്. അത് പ്രസ്താവനയായി കൊടുത്തിട്ടില്ലേ? ഓക്കെ, ഞാൻ തിരിച്ചു വന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവനയല്ലേ? രണ്ടാമത്തെ, കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം എന്ന് ആരംഭിക്കുന്ന ഈ പ്രസ്താവനയാണ് അവിടെ രണ്ടായി കിടക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് പേജുകളാണ്, കണ്ടിന്യൂസ് വരുന്ന പേജ് തന്നെയാണ്. ഓക്കെ അല്ലെ? ഇനി അടുത്ത പ്രസ്താവന, 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിക്കപ്പെടുകയും അങ്ങനെ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ജന്മമെടുക്കുകയും ചെയ്തു. കണ്ടോ? അതും പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തെറ്റിപ്പോയ പ്രസ്താവനയിലെ അത് പേജ് നമ്പർ 366 കിടക്കുന്നത്. 1956 സംസ്ഥാന പുനർസംഘടനാ നിയമപ്രകാരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്ന് വേർപെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു. എന്ന് വെച്ചാൽ കേരളത്തോടല്ല ചേർത്തത്, കേരളത്തിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം എങ്ങോട്ട് ചേർത്തു? മദിരാശി, അല്ലെങ്കിൽ വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് ചേർക്കപ്പെട്ടു. ഓക്കെ അല്ലെ? അതുകൊണ്ടാണ് ആ പ്രസ്താവന തെറ്റിപ്പോയത്. ഞാൻ ഇത് പറയുന്നത് നമുക്ക് ആ ഫാക്ട് പഠിച്ചു വെക്കണം. അതിലുപരിയായിട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ചോദ്യങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി, എവിടെ നിന്നാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഇത്തരത്തിൽ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ വരാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് നന്നായി എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട 3 ചോദ്യമാണ് പരിചയപ്പെടുത്തിയത്. നമുക്കിനി അടുത്തത് ജോഗ്രഫിയിലെ ഒരു ചോദ്യം, ജോഗ്രഫി ഭാഗത്ത് നിന്ന് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം പരിശോധിക്കാം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. 1. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. ഇതിനെ വസന്തകാലം സംബന്ധിയായ വിഷുവം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിലെ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പ്രസ്താവന ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾക്ക് ദൈർഘ്യമേറുകയും ചൂടുള്ളതും ആകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. ഇനി നാലാമത്തെ പ്രസ്താവനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസംബർ 22 ദക്ഷിണ ധ്രുവം സൂര്യനിലേക്ക് ചായുന്നു. അതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതും ആകുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ശൈത്യകാലമാണ്. ഇതിനെ ശൈത്യകാല അറുതി എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ അല്ലെ? പ്രസ്താവന ഏതാണ് തെറ്റ്? പ്രസ്താവന 4 ആണ് തെറ്റ്. പ്രസ്താവന 4 ആണ് തെറ്റ്. ഈ ചോദ്യം എടുത്തിരിക്കുന്നത് പ്രസ്താവന 4 തെറ്റാണ്. ഈ ചോദ്യം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ SCERT പാഠഭാഗത്തു നിന്നുമാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ SCERTയിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ 1 നിന്നാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ കൃത്യമായ ആ ഒരു സോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ 10ാം ക്ലാസ്സിലെ നമ്മുടെ സ്കൂൾ പാഠഭാഗത്തിലെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ചാപ്റ്റർ 1 നിന്നാണ് ഈ ചോദ്യം PSC എടുത്തിരിക്കുന്നത്. ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയായിരുന്നു. പക്ഷെ ചോദ്യം എടുത്തിരുന്നത് 10th നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നാണ് ചോദ്യം എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഈ 2 പേജുകളായി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് PSC ഇവിടെ ചോദ്യമായി എടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്കിത് മൊത്തം പൂർണ്ണമായി വായിക്കേണ്ടതുണ്ട്. അപ്പൊ എന്നിരുന്നാലും കൃത്യമായി ഓർത്തിരിക്കുക, ഈ 2 പേജുകൾ SCERTയിലെ ചാപ്റ്റർ 1 അതായത് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ചാപ്റ്റർ 1 നിന്നാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 2 പേജും ഈ പറയുന്ന ഒരു ബോക്സിൽ നിന്നുമാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് അവിടെയും ആ ചോദ്യത്തിന്റെ ഉറവിടം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട SCERTയിലെ പാഠഭാഗങ്ങൾ പഠിച്ചിരിക്കണം എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അല്ലെ? ഇനി ജോഗ്രഫി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു സബ്ജക്റ്റിലേക്ക് പോകാം. അത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട PSC ചോദിച്ചിരിക്കുന്ന ചോദ്യം പരിശോധിക്കാം. റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ചോദ്യം കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഇവിടെ മലയാളം ആയതുകൊണ്ട് അതിന്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അത് മനസ്സിലാക്കണം കേട്ടോ. ഓപ്ഷൻ A ഇതാണ്. ഫെസിലിറ്റി കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗീരണം ചെയ്യുന്ന പലിശ നിരക്ക്. എന്താണ് ചോദ്യം? റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്ന എന്തിനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി വായിക്കാം. ഓപ്ഷൻ A ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗീരണം ചെയ്യുന്ന പലിശ, നിശ്ചിത പലിശ. ഓക്കെ, പലിശ നിരക്കാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ A ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ B പറയുന്നത് ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗീരണം ചെയ്യുന്ന പലിശ നിരക്ക്, അയവുള്ള പലിശ നിരക്ക്. ഓക്കെ അല്ലെ? ഇതാണ് 2 ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ഓക്കെ, വാണിജ്യ പേപ്പറുകളുടെ ബില്ലുകൾ വാങ്ങാനോ വീണ്ടും കിഴിവ് നൽകി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനോ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്ന നിരക്ക്. ഓക്കെ, ഓപ്ഷൻ D എന്താണ് പറയുന്നത്? യഥാക്രമം ഡ്യൂറബിൾ ലിക്വിഡിറ്റി നൽകുന്നതിനും ആഗീരണം ചെയ്യുന്നതിനുമായ സർക്കാർ സെക്യൂരിറ്റികളുടെ നേരിട്ടുള്ള വാങ്ങലിനും വിൽപ്പനയ്ക്കും. ഓക്കെ അല്ലെ? ഇങ്ങനെയാണ് 4 പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അറിയേണ്ട ഏതാണ്? റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗീരണം ചെയ്യുന്ന നിശ്ചിത പലിശ നിരക്കാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ നമ്മളിവിടെ തേടുന്നത് എന്താണ്? നമ്മൾ തേടുന്നത് ചോദ്യത്തിന്റെ ഉറവിടമാണ് അല്ലെ? ഈ ചോദ്യം എവിടെ നിന്ന് എടുത്തു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്.
കൂട്ടുകാരെ ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഏതിന്റെ? RBIയുടെ. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ സിലബസ് വെച്ച് പഠിക്കുമ്പോൾ ഓക്കെ, ആ സിലബസ് നിങ്ങൾ പരിശോധിച്ച് കൃത്യമായി സിലബസ് വെച്ച് പഠിക്കുക. ആ സിലബസിലെ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒഫീഷ്യൽ സൈറ്റുകൾ ഉണ്ടെങ്കിൽ ആ സൈറ്റുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക. അത് PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. കണ്ടോ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്നതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ ഇവിടെ കൃത്യമായി കിടപ്പുണ്ട്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞ് കൃത്യമായി കിടപ്പുണ്ട്. കണ്ടോ, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ അല്ലെ? അങ്ങനെ ഓരോ റിപ്പോ റേറ്റ് കിടപ്പുണ്ട് അല്ലെ? അപ്പൊ ഈ രീതിയിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ കൃത്യമായിട്ട് ഈ പറയുന്ന RBIയുടെ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഞാൻ പറയുന്ന RBI മാത്രം പരിശോധിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ ഈ സോഴ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ, പരിചയപ്പെടുത്തി തരുമ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സിലബസുമായി ബന്ധപ്പെട്ട് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സർക്കാർ വെബ്സൈറ്റുകൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ആ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലെ? അപ്പം ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുണ്ട്. തീർന്നില്ല, അടുത്ത ചോദ്യം നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ? അപ്പൊ താഴെ പറയുന്നതിൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് എന്നാണ് ചോദ്യം കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? കൂടെ നമുക്ക് ഓപ്ഷൻസ് പരിശോധിക്കാം. A, സഹകരണ ഫെഡറലിസം വളർത്താൻ. B, കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. C, തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടങ്ങളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന്. D, അറിവ് നവീകരണം സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാൻ. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലക്ഷ്യങ്ങളിൽ പെടാത്ത ഏതാണ്? B ആണ് ലക്ഷ്യങ്ങളിൽ പെടാത്തത്. ബാക്കി 3 എണ്ണവും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. B, കേന്ദ്രതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. അത് നീതി ആയോഗിന്റെ ലക്ഷ്യത്തിൽ പെടുന്നതല്ല എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വീണ്ടും ഞാൻ ചോദ്യത്തിന്റെ ഉറവിടം നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. ആ ചോദ്യത്തിന്റെ ഉറവിടം എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉറവിടം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് കിടപ്പുണ്ട്. കാണിച്ചു തരാം, വിത്ത് എവിഡൻസ് ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നീതി ആയോഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അല്ലെ? നീതി ആയോഗിന്റെ വെബ്സൈറ്റിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ടു ഫാസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒന്നാമത്തെ പ്രസ്താവന അവിടെ കൃത്യമായി കിടപ്പുണ്ട്. അടുത്ത പ്രസ്താവനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു ഡിസൈൻ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്ക് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രസ്താവന ഇതാ അടങ്ങുന്നു. ടു ക്രിയേറ്റ് എ നോളജ് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രനറിയൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? അപ്പൊ ഈ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നീതി ആയോഗിന്റെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ചോദ്യങ്ങളുടെ ഉറവിടം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ സിലബസ് എടുത്ത് വെച്ച് പരിശോധിക്കണം. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെബ്സൈറ്റുകൾ നമ്മൾ പരിശോധിക്കണം. വെബ്സൈറ്റിൽ അധികം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അവിടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും ഹിസ്റ്ററി ആയിട്ടും ഓക്കെ, അവരുടെ ലക്ഷ്യങ്ങളായിട്ട് അവരുടെ ചരിത്രം ആയിട്ടും ഓക്കെ, ഇനി അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. അത് തീർച്ചയായും വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങളെ ഉന്നത റാങ്കിൽ എത്തിക്കാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഭരണഘടനാ ഭാഗവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ A, കേവല ഭൂരിപക്ഷത്തിൽ. B, പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി. C, പ്രത്യേക നടപടിക്രമം വഴി. D, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻസർ വന്നിരിക്കുന്നത് ഓക്കെ B ആണ്, പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ PSCക്ക് തന്നെ കൺഫ്യൂഷൻ ആയ ഒരു ചോദ്യമാണിത്. കാരണം PSC ആദ്യം കൊടുത്തത് പ്രത്യേക നടപടിക്രമം വഴി എന്നാണ് PSC ആദ്യം ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരുന്നത്. അതിനുശേഷം ഫൈനൽ ആൻസറിൽ വന്നപ്പോഴാണ് PSC അത് മാറ്റിയിട്ട് പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി എന്ന് PSC ആക്കിയത്. കാരണം ചോദ്യം ഉണ്ടാക്കിയ ആൾക്ക് തന്നെ അവിടെ കൺഫ്യൂഷൻ ഉണ്ടായി. അതാണ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ആർട്ടിക്കിൾ 368. ഓക്കെ, ചോദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതൊരു എക്സ്പ്ലനേഷൻ തരുന്നത്. ഓക്കെ, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാമെന്നാണ്. ഓക്കെ, അതായത് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം ഇവിടെ ശ്രദ്ധിക്കണം. ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368
ആർട്ടിക്കിൾ 368 ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാമെന്ന് പറയുന്നു. ഓക്കെ, ആ ആർട്ടിക്കിൾ 368 തന്നെ എങ്ങനെയാണ് അമെൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 368 ഓക്കെ അല്ലെ. ഇനി ആ അനുച്ഛേദത്തെ തന്നെ മാറ്റം വരുത്തണമെങ്കിൽ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നാണ് PSC, അല്ലെങ്കിൽ ഏത് ഭേദഗതിയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നാണ് PSCയുടെ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ആൻസർ കൊടുത്തിരിക്കുന്നത് പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി എന്നാണ്. ഓക്കെ, ചോദ്യം എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? ചോദ്യത്തിന്റെ ഉറവിടം എവിടെയാണ്? ഇന്ത്യൻ പോളിറ്റി, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി എന്ന ബുക്കിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ചോദ്യങ്ങൾ കൂടുതലും അല്ലെ, പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതലും എടുക്കുന്ന എവിടെ തന്നെയാണ്? ഈ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ഈ ബുക്കിൽ നിന്നാണ്, ലക്ഷ്മികാന്ത് എഴുതിയ ഈ ഒരു ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ എടുക്കുന്നത്. ഞാൻ അത് കാണിച്ചു തരാം, വിത്ത് പേജ് കാണിച്ചു തരാം. ഓക്കെ അല്ലെ. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ആർട്ടിക്കിൾ ദ പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയർ, ആർട്ടിക്കിൾ 368 ഇറ്റ്സെൽഫ്. ആർട്ടിക്കിൾ 368 തന്നെ എങ്ങനെ അമെൻഡ് ചെയ്യണമെന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതെവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് പേജുകളിലായിട്ടാണ് കിടക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ 368 ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യണമെന്ന് ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ. അവിടെ ആർട്ടിക്കിൾ 368 രണ്ട് പ്രകാരം ഭേദഗതി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. രണ്ട് രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാമെന്ന് ആർട്ടിക്കിൾ 368 പറയുന്നുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഭരണഘടന ഭേദഗതി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതൊക്കെ ഈ പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഭേദഗതി വരുത്താൻ സാധിക്കും. ഓക്കെ അല്ലെ. ഇനി ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് ഇറ്റ്സ് മാനർ, then extent of executive power of the union and its state, Supreme Court and High Court, distribution of legislative powers between the union and the state, goods and service tax, any of the list in the 7th schedule. ഓക്കെ, ഇനി എന്താണ് റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ പാർലമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമെൻഡ് ചെയ്യണമെങ്കിൽ അത് രണ്ടാമത്തെ രീതിയിലാണ് അമെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഈ പറയുന്ന ഭരണഘടന ഭേദഗതി ചെയ്യാം. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇവയൊക്കെ ഈ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ തന്നെ അത് അമെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് പറയുന്നത് അല്ലെ. അതായത് പ്രസിഡന്റ് ഇലക്ഷൻ അല്ലെ, പ്രസിഡന്റ് ഇലക്ഷൻ ആൻഡ് ഇറ്റ്സ് മാനർ, അത് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പങ്കുമുണ്ട് അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കേന്ദ്രവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് അല്ലെ, സംസ്ഥാനങ്ങളും കേന്ദ്രവുമായിട്ടുള്ള പവേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റുമായി കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തില് സ്റ്റേറ്റുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഭേദഗതി വരുത്തണമെങ്കിൽ ഓക്കെ, എങ്ങനെ വേണം ഭേദഗതി വരുത്താൻ വേണ്ടി? ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം തന്നെ എന്ത് വേണം? കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ് വേണം. ഓക്കെ, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്? പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണം. ഓക്കെ അല്ലെ. കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് പകുതി സംസ്ഥാനങ്ങൾ കൂടി ഈ ഭേദഗതി അംഗീകരിച്ചാൽ മാത്രമേ ആ ഭേദഗതി നിലവിൽ വരികയുള്ളൂ. ഓക്കെ, അതിനുശേഷം മാത്രമേ രാഷ്ട്രപതി അത് ഒപ്പുവെച്ച് ഭേദഗതി നിലവിൽ വരികയുള്ളൂ. അതാണ് അവിടെ പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്യണമെങ്കിൽ ഈ സ്റ്റേറ്റിന്റെ കൺസെന്റ് ആവശ്യമാണ് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ കൂട്ടുകാരെ. ഇനി ഇവിടെ PSCക്ക് ഉണ്ടായ കൺഫ്യൂഷൻ എന്താണ്? അതായത് PSC നോക്കിയപ്പോ ആദ്യം കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 368 പ്രകാരം രണ്ട് രീതിയിൽ ഭേദഗതി ചെയ്യാം. ഒന്നാമത് പറയുന്നത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി അല്ലെ, രണ്ടാമത് പറയുന്നത് പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയതിനു ശേഷം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണമെന്ന് PSC കണ്ടു. അപ്പൊ PSC ആദ്യം ഓർത്തു എന്താണ് ഈ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത് പ്രത്യേക നടപടിക്രമമാണെന്ന് PSC വിചാരിച്ചു. ഓക്കെ, അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം അത് അറിയപ്പെടുന്നത് പൊതുവെ നമ്മുടെ ഭരണഘടനയിൽ അത് അറിയപ്പെടുന്നത് എത്തരത്തിൽ തന്നെയാണ്? സ്പെഷ്യൽ മെജോറിറ്റി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റി പോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് തന്നെയാണ്, പ്രത്യേക ഭൂരിപക്ഷം എന്ന് തന്നെയാണ് രണ്ടാമത്തെ രീതിയും അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക നടപടിക്രമമായിട്ട് അത് കണക്കാക്കാൻ സാധിക്കില്ല. അവിടെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ പകുതി സ്റ്റേറ്റിന്റെ അംഗീകാരം വേണമെങ്കിലും അത്
മറ്റൊരു ടൈപ്പിലുള്ള സ്പെഷ്യൽ മെജോറിറ്റി തന്നെയാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രത്യേക ഭൂരിപക്ഷം തന്നെയാണ്. അതുകൊണ്ട് PSC ഫൈനൽ ആൻസറിൽ എങ്ങനെയാക്കി? പ്രത്യേക ഭൂരിപക്ഷം എന്ന് തന്നെ ആക്കുകയും ചെയ്തു. ഓക്കെ അല്ലെ കൂട്ടുകാരെ? അപ്പൊ ഞാൻ ഇവിടെയും ചൂണ്ടിക്കാണിച്ച എന്താണ്? ചോദ്യത്തിന്റെ ഉറവിടമാണ്. ഏത്? ഈ ചോദ്യം എവിടുന്നാണ്? ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിവരാവകാശ നിയമപ്രകാരം ആദ്യ ആക്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം നൽകിയിട്ടുണ്ട്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? ഓക്കെ, നമുക്ക് ആൻസർ അറിയാം. 48 മണിക്കൂറാണ്. സാധാരണഗതിയിൽ 30 ഡേയ്സ് ആണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ 48 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്നിരുന്നാലും നമുക്ക് ഉറവിടം പഠിച്ചു വെക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ടഫായിട്ടുള്ള ചോദ്യം ചോദിച്ചാലും ആ ഉറവിടം അറിഞ്ഞിരുന്നാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ സാധിക്കും. ഓക്കെ അല്ലെ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് വിവരാവകാശ നിയമം 2005 ആണ്. ഓക്കെ അല്ലെ? വിവരാവകാശ നിയമം 2005 ആണ്. കൂട്ടുകാരെ ദാ കിടക്കുന്നു 48 അവേഴ്സ് എന്ന് പറഞ്ഞ കൃത്യമായി കിടപ്പുണ്ട്. ഓക്കെ അല്ലെ? ഈ പറയുന്ന ഇൻഫർമേഷൻ ഒരു വ്യക്തിയുടെ ലിബർട്ടി ഓഫ് എ പേഴ്സൺ, ഓക്കെ, ഈ അതുപോലെ തന്നെ ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഓക്കെ, ഈ പറയുന്ന 48 അവേഴ്സിനുള്ളിൽ കൃത്യമായി മറുപടി കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഈ ഒരു ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇത് മാത്രമല്ല, ഈ ആക്ടിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഈ ആക്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് എത്ര ടഫിൽ ചോദ്യം ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലെ? ഞാനിവിടെ വെറും 8 ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തത്. 8 ചോദ്യങ്ങളെ എടുത്തുള്ളൂ. ഈ 8 ചോദ്യങ്ങളോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. നമ്മൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ചോദ്യങ്ങൾ ധാരാളം വരുന്നുണ്ട്. പുതിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? പുതിയ PSCയുടെ പരീക്ഷാ രീതി മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉറവിടം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നന്നായി എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സോഡിയാക് PSC അക്കാഡമി ഈ പരീക്ഷകളുടെ ഉറവിടം അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് അതിലൂടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇത് ഉറവിടം കണ്ടെത്തി ഓരോ കാര്യങ്ങളും പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സമയം കളയുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ബുക്കുകളെല്ലാം പരിശോധിച്ച് ഇതിന്റെ ഉറവിടം കണ്ടെത്തി അത് കൃത്യമായി പഠിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണെന്നും സോഡിയാക് PSC അക്കാഡമിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് സോഡിയാക് PSC അക്കാഡമിയുടെ ഈ റിസർച്ച് ടീം, റിസർച്ച് വിങ് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഓരോ ചോദ്യങ്ങളും ഉറവിടം കണ്ടെത്തി നമ്മൾ പുതിയൊരു പ്രീവിയസ് ഇയർ ചോദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞുപോയ PSC പരീക്ഷകൾ 2023, 2024 കഴിഞ്ഞുപോയ PSC പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള ഒരു ബുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ചുരുക്കി പറഞ്ഞ PQ ബുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ബുക്കിന്റെ പ്രത്യേകത ഇത് തന്നെയാണ്. നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്ന കുറെ കാലങ്ങളായി PQ ബുക്കുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആ രീതിക്ക് വ്യത്യസ്തമായി ഒരു ചോദ്യം കൊടുത്തിട്ട് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഫാക്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചോദ്യത്തിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട ഫാക്ട് ആണ് നമ്മൾ ആ പറയുന്ന PQ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഗുണം എന്താണ്? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊരു ചോദ്യം PSC പരീക്ഷയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് ഉത്തരം ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലെ? അതുകൊണ്ട് തീർച്ചയായും ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ വരാൻ പോകുന്ന പരീക്ഷയിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അത് 2023, 2024 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബുക്കിന്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്ത് തന്നെയാണ്? സോഴ്സ് ഫൈൻഡർ എന്ന പേരിലാണ് നമ്മുടെ ഈ ബുക്ക് പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ബുക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ബുക്ക് എത്തിച്ചേരുമ്പോൾ തീർച്ചയായും കണ്ടു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ബുക്ക് വാങ്ങുക. അപ്പൊ കൂട്ടുകാരെ, പഠിക്കുമ്പോൾ ഇത്തരത്തിൽ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ പഠിക്കുക, ഉറവിടം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.